പിന്നീട് ഈ മോദിയുടെ ഓരോ തള്ളുകളും ബ്ലണ്ടറും കണ്ടിട്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യണോ? സിമ്പിൾ ചോദ്യമാണ്. പെട്ടെന്ന് അത് വിട്ടിട്ട് ചൈനയെ പോകുന്നു, റഷ്യയെ പോകുന്നു, നോർത്ത് കൊറിയ. അതായത് നിങ്ങൾ ആലോചിക്കുക, SCO സമ്മിറ്റിനകത്ത് അതിനകത്ത് എത്ര ജനാധിപത്യ രാജ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രസിഡന്റ് അവിടുത്തെ പുടിൻ ഏകാധിപതി. ചൈനയിൽ ഇലക്ഷനേ ഇല്ല. ഉത്തര കൊറിയയുടെ കാര്യം നിങ്ങൾക്കറിയാം. അതിനകത്ത് ഏതാ ജനാധിപത്യ രാജ്യമുള്ളത്? അതിനകത്ത് ഇന്ത്യ മാത്രമാണ് ജനാധിപത്യ രാജ്യം. അവിടുത്തെ പ്രധാനമന്ത്രിയാണ് പോയിരിക്കുന്നത് ഏകാധിപതികളുടെ കൂടെ. അപ്പൊ എന്ത് സന്ദേശമാണ് ലോകത്തിന് മോദി കൊടുക്കാൻ പോകുന്നത്? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് ഈ ജനറൽ അസംബ്ലിയിൽ കഴിയില്ല. അതുകൊണ്ട് ജയശങ്കറിനെ മാത്രം വിടും. കാരണം ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ ഹട്ടച്ച് നാശമാക്കി കളയും. ഇന്ത്യയിലുള്ള പല ഇഷ്യൂസും കയറി വരും. ഇന്ത്യ ജനാധിപത്യമല്ല, ഇന്ത്യയുടെ ക്രൈസ്തവരെ മത ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നു. ഈ കർഷകരുടെ ഇഷ്യൂ കയറി വരും. അവരെ അടിച്ചൊതുക്കി ഇഷ്യൂ കയറി വരും. ഗ്ലോബലായിട്ട് ഇന്ത്യ കാണിച്ച മറ്റുള്ള രാജ്യങ്ങൾ ആൾക്കാരെ കൊല്ലാൻ പോകുന്നു, ആ ഇഷ്യൂ കയറി വരും. അതായത് കാനഡയിൽ നടത്തിയ സംഭവം, നിജാറിന്റെ കൊലപാതകം, അത് കയറി വരും. ഇതിനെയൊക്കെ എങ്ങനെ പോയി തടുക്കും? ഇതൊക്കെ ഒരു സമയത്ത് തടുത്തുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇത് ഒരു ഷീൽഡായിട്ട് നിൽക്കുന്ന ആരാണ്? അമേരിക്ക.